ദി ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പൊട്ടാറ്റോ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ ഉരുളക്കിഴങ്ങ് മാത്രം ഉള്ളപ്പോൾ ഈ ഒരൊറ്റ റോസ്റ്റ് മതി, നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ പൊട്ടാറ്റോ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചൂടായി വരുന്നതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പൊട്ടി വരുമ്പോൾ ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സബോള വഴന്നു വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി 5 ഉരുളക്കിഴങ്ങ് ഇവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്ക് അരിയുന്ന പോലെ കുഞ്ഞിതായിട്ടുമല്ല, ഇറച്ചിക്കറിയിലൊക്കെ ഇടുന്ന പോലെ വലുതായിട്ടുമല്ല, അതിനേക്കാൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടുള്ളത്. അത് ഇതിലിട്ടിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മളുടെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് തന്നെ വേണം ഇത് വെന്ത് വരാനായിട്ട്. ഉരുളക്കിഴങ്ങ് പൊതുവെ അടിയെ പിടിക്കുന്ന കൂട്ടത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് ഇളക്കാനായിട്ട് മറക്കരുത്. ഏറ്റവും അവസാനം നമ്മൾ വെന്ത് വരുമ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നതിന് ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പൊട്ടാറ്റോ റോസ്റ്റ് ഉണ്ടെങ്കിൽ മറ്റു കറികളൊക്കെ മാറി നിൽക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലിടുമെന്ന് വിചാരിക്കുന്നു.